നമ്മൾ KSRTCയുടെ BTCയിൽ ജോയിൻ ചെയ്യുകയാണ്. നമ്മളിതിനു മുമ്പ് റിവ്യൂ എടുത്ത KSRTCയുടെ ആദ്യത്തെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ഇതാ 1 വർഷം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. 1ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ശ്രീജിത്ര ഹോമിലെ കുട്ടികളും വഞ്ചി ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാരുമാണ് ഇന്നത്തെ യാത്രയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സുകൾക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രം പറയുവാനായിട്ടുണ്ട്. KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സുകളുടെ ഒരു ചരിത്രം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. 2022 ഏപ്രിൽ 18-നാണ് സിറ്റി റൈഡ് എന്ന പേരിൽ TR ബോണറ്റ് നമ്പറുള്ള പഴയ ഹെറിറ്റേജ് ഡബിൾ ഡെക്കർ ഓപ്പൺ ഡക്കാക്കി തിരുവനന്തപുരം നഗരത്തിൽ BTCക്ക് വേണ്ടി പുറത്തിറക്കിയത്. ആ ഉദ്ഘാടന യാത്രയിലും നമ്മൾ പങ്കെടുത്തിരുന്നു. അതിന് ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. അതിനുശേഷം 2024 തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകൾ വാങ്ങി KSRTCക്ക് നൽകുകയുണ്ടായി. ഈ 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളുടെയും 1ാം വാർഷികമാണ് ഫെബ്രുവരി 15 ശ്രീജിത്ര ഹോമിലെ കുട്ടികളും അതുപോലെ വഞ്ചി വോൾട്ടേജ് ഹോമിലെ അമ്മമാരുമായിട്ട് ഇന്ന് KSRTCയുടെ BTC ആഘോഷിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ശ്രീജിത്ര ഹോമിലെ കുട്ടികളെ കയറ്റുവാനായിട്ട് വന്നാണ്. കുട്ടികളെല്ലാം നല്ല ആഘോഷ തീർപ്പിലാണ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുവാനായിട്ട്. 50ഓളം കുട്ടികളെ കൂടാതെ വഞ്ചിയിലുള്ള വഞ്ചി ഓൾഡ് ഏജ് ഹോമിലെ 7-8 അമ്മമാരും ഇന്ന് നമ്മുടെ കൂടെ BTCയുടെ ഈ യാത്രയിൽ ആഘോഷയാത്രയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരും നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ രാവിലെ 9 മണിക്ക് അവരെയും കൂട്ടി നമ്മൾ തിരിച്ച് കിഴക്കേക്കോട്ടയിലെ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് വരുന്നത്. ബാക്കിയുള്ള ആഘോഷ പരിപാടികൾ അവിടെ വെച്ചാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നത്തെ 1ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നത് സിറ്റി ഡിപ്പോ ATO പ്രസാദ് സാറാണ്. കുട്ടികളെയും അമ്മമാരെയും കാണുവാനായിട്ട് കോർപ്പറേഷൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനും എത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോയി ആസ്വദിച്ചിട്ട് വന്നാലോ? ബസിന്റെ 1ാം ബർത്ത്ഡേ ജന്മദിനമാണ്. ഈ ബസ് ഇറങ്ങിയതിന്റെ ജന്മദിന ആഘോഷമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല ഒരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. നഗര കാഴ്ചകളൊക്കെ കാണുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അടിച്ചു പൊളിക്കണോ? റെഡിയാണോ? അപ്പോൾ നമ്മുടെ സിറ്റി റൈഡിന് വേണ്ടിയിട്ട് നമ്മൾ 1 വർഷം തികയാണ്. അപ്പൊ പൊളിച്ചൊരു കയ്യടി ആവട്ടെ. ഒരു കോല് പോകാൻ പറഞ്ഞ കേൾക്കൂ. Three, 2, 1. അത് പൊളിച്ച്. അപ്പൊ ഈ യാത്ര തീരുന്നത് വരെ അല്ലെ നമ്മുടെ സാറ് ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യാത്ര തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊളിച്ച് അവസാനം ഇവിടെ തിരിച്ചെത്തുമ്പോ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ അടിച്ചു പൊളിച്ച് നിങ്ങൾ സന്തോഷത്തോടെ പോകും. റെഡിയാണോ? അങ്ങനെ കൂടെ ഉണ്ടോ? ഓക്കെ. കൈ അടിച്ചു കൊടുത്ത്
നെയ്യപ്പൻ കാക്കൊത്തി കടലിലിട്ട് മുങ്ങാൻ പോയൊരു മുങ്ങിയെടുത്ത് തപ്പാൻ പോയൊരു തപ്പിയെടുത്ത് കൂട്ടുകാർ വഴിയിലൊരു കോഴിന് പിടിക്കാൻ കുറുക്കൻ കുറുക്കന് പിടിക്കാൻ പോലീസിന് പിടിക്കാൻ പറ്റാം എന്റെ ദൈവമേ അദ്ദേഹത്തെ കുഞ്ഞിന്റെ മുന്നിൽ വാങ്ങി കൂട്ടുകാർക്കോടെ കൊഞ്ചിൽ വിളിക്കുന്ന മദ്യം മധുരസ് വാളെടുത്താൽ വായടി വാക്കെടുത്താൽ വാക്കത്ത് തോരെടുത്താൽ തോലാളി തോക്കെടുത്ത് അസപ്പ കിസുവ മാപ്പപ്പ ചെറിയ ആ ആ ആ കൊടുത്തോരാ ജനകം വെറ്റില ജനകം ഭൂമിയെ പാടകൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിടമാവേ കടകേട്ട് മെല്ലെ കിളികൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ തളരാതെ ഓണം ചിരിയോടെ പൊന്നേ കളിയാടി വളരെ വളരെ തൊട്ടേ വരാം തുമ്പിവാ തുമ്പക്കുടത്ത് തുഞ്ചത്തായി ഊരാതിരാം തുമ്പിവാ തുമ്പക്കുടത്ത് തുഞ്ചത്തായി ഊരാതിരാം പറഞ്ഞാലേ മനസ്സിന്റെ കൽവിലെ കിലുക്കാണ് അതുമല്ലാക്ക് കിലുക്കാണ് so much undai feeling so much chapes undai feeling so much undai feeling so much undai feeling so much chapes undai feeling kamaga akaba gege നമ്മുടെ സർ ബാക്കിയുള്ള എല്ലാ സഹപ്രവർത്തകരും എല്ലാവരും ആ മുന്നോട്ട് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മുൻപ് ഇങ്ങനൊരു പദ്ധതി ഏറ്റെടുക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ ബസ്സുകൾ വാങ്ങിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ ഒരാശങ്കയുമില്ലാതെ അത് നമ്മുടെ നഗരത്തിലെ പൊതുഗതാഗതത്തിന് ഏറ്റവും മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടം എന്ന നിലയിൽ 113 ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് സർവീസ് നടത്തുന്നതിനും അതിനുശേഷം 2 ഡബിൾ ഡക്കർ ബസ്സുകൾ നമ്മുടെ സിറ്റി റൈഡ് ടൂറിസം മേഖലയെയും നമ്മുടെ നഗരക്കാഴ്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള 2 ഇലക്ട്രിക് ബസ്സുകൾ കൂടി വാങ്ങി നൽകുന്നതിനു വേണ്ടി നഗരസഭ തീരുമാനിച്ചത്.
അപ്പോൾ എങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സിറ്റി റൈഡ് ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 10 മണി വരെ നമുക്ക് യാത്ര ചെയ്യാൻ നഗരത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഈ ബസ്സിലൊന്ന് യാത്ര ചെയ്തിട്ട് അതിൻ്റെ അനുഭവങ്ങളോടൊന്ന് പങ്കുവെക്കുക.